നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം തൃശ്ശൂരിൽ വന്നപ്പോൾ അന്ന് BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തിയത് വാർത്തയായിരുന്നു. അത് പക്ഷേ വലിയ ചർച്ചയായില്ല. കാരണം തൃശ്ശൂരിൽ ഏതാണ്ട് മത്സരിക്കാൻ ഉറച്ച ഒരു തീരുമാനത്തിലാണ് സുരേഷ് ഗോപി തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെയും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഒക്കെ ആഗ്രഹം എന്നുള്ള വാർത്തകളും ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഞാനിങ്ങെടുക്കും എന്നുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ ആ ഒരു പ്രസ്താവനയൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് BJP ഹാൻഡിലുകളിലൊക്കെ തന്നെ. അപ്പോൾ തൃശ്ശൂരിലെ കാര്യത്തിൽ ഒന്ന് ചുവരെഴുതി എന്ന് വെച്ച് കുഴപ്പമില്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായ മട്ട് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് TN പ്രതാപനായിരിക്കുമോ മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ ചെറിയ ചില ആശയക്കുഴപ്പമുണ്ട് എന്ന് കേൾക്കുന്നു. സിറ്റിംഗ് MP-മാരൊക്കെ തന്നെ മത്സരിക്കും, ആലപ്പുഴയിലും കണ്ണൂരും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MP-മാരായിരിക്കും മത്സരിക്കുക എന്നുള്ള വാർത്തകളും ഒക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ TN പ്രതാപൻ തന്നെ ആയിരിക്കും. മാത്രമല്ല നാട്ടിക കേന്ദ്രീകരിച്ച് അദ്ദേഹം വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള ചില സൂചനകളും നേരത്തെ പുറത്തു വന്നു. അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് നേതാവും നിലവിലെ MP-യുമായ TN പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. നേരത്തെയും പ്രത്യക്ഷപ്പെട്ടിരുന്നു ചുവരെഴുത്ത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന ചുവരെഴുത്ത് തൃശ്ശൂർ എളവള്ളിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ഗുരുവായൂർ സന്ദർശനത്തിന് പിന്നാലെയാണ് സിറ്റിംഗ് MP-യായ പ്രതാപനായി ഗുരുവായൂരിന് സമീപ പ്രദേശമായ എളവള്ളിയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്നത് മറ്റൊരു കാര്യം. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് വിവരം. നേരത്തെ TN പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃശ്ശൂരിൽ വെങ്കിടങ്ങ് കവലയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ പ്രതാപൻ തന്നെ നേരിട്ട് ഇടപെട്ട് ഇത് നീക്കി. സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ പേര് എഴുതരുത്, ഇത്തരത്തിൽ ചുവരെഴുത്ത് നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയതായിട്ടാണ് അന്ന് TN പ്രതാപൻ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ആവേശ കമ്മിറ്റിക്കാർ ചുവരെഴുതേണ്ട എന്നാണ്. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. TN പ്രതാപൻ മത്സരിക്കുമോ, മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരായിരിക്കും, BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമോ? അതിനിടയിൽ ചുവരെഴുത്തുകളുമായി പ്രവർത്തകർ വരുന്നത് അത്ര നല്ല ഒരു ജനാധിപത്യ മര്യാദയല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പൊതുവെയുള്ള ഒരു നിലപാട്. ഇനി ചുവരെഴുതരുത് എന്ന പ്രത്യേകമായി ജില്ലാ ഘടകങ്ങൾക്കും ബ്രാഞ്ച് ഘടകങ്ങൾക്കുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പറയുന്നത്. ഇത്തരത്തിൽ ചുവരെഴുതി അമിത പ്രതീക്ഷ വച്ചു പുലർത്തേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം മതി ബാക്കി പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എന്നാണ് കോൺഗ്രസിൻ്റെ പൊതുവെയുള്ള ഒരു നിലപാട്.